അപ്പൊ നമുക്ക് യു എയിലെ സാധാരണ ഒരു ഫാമിലിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരുള്ള ഒരു ഫാമിലിക്ക് എന്തൊക്കെയാണ് ഗ്രോസറി വാങ്ങുന്നത്, എത്ര കോസ്റ്റ് ആവും, അതൊക്കെ നമുക്ക് കണ്ടു വന്നാലോ? ഞങ്ങൾ സാധാരണ സാലഡേ ആണ് സാധനം വാങ്ങാൻ പോകുന്നത്. ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ അത്യാവശ്യം വാങ്ങും. പിന്നെ അഡീഷണൽ ആയിട്ട് ഫിഷും മിൽക്കൊക്കെ വാങ്ങാറുള്ളൂ. ബാക്കി എല്ലാ സാധനവും ഞങ്ങൾ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സഫയിലോട്ടാണ്. ഞങ്ങൾ രണ്ടിടത്ത് പോകും, സഫയിലും പോകും പാസലിനും പോകും. സഫയിൽ വെജിറ്റബിളിനൊക്കെ നല്ല ഓഫറുണ്ട്. അപ്പോൾ ഞങ്ങൾ സഫയിൽ പോയിട്ട് ഇവിടുത്തെ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങുന്നത്, അതിന് എത്ര കോസ്റ്റ് ആവുമെന്നൊക്കെ നമുക്ക് കണ്ടു വരാം. ആദ്യം തന്നെ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാം. വെജിറ്റബിളിന്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഒരു കുക്കിംഗ് ഓയിലാണ്. 9 ദർഹമാണ്. സൺഫ്ലവറിന്റെ ഓയിലാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ ഒലിവ് ഓയിൽ എടുത്ത് നോക്കി, പക്ഷെ അത് റിഫൈൻഡ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അൽഫോൺസ മാങ്ങ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്ന മാങ്ങയാണ്, അതെടുത്തു. 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ബദാമി ബദാമി മാങ്ങിക്കുണ്ട്, പാകിസ്ഥാനിയുടെ മാങ്ങിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതും ഞങ്ങൾ 1 പീസ് എടുത്തു. ഇത് മാങ്ങിക്കയുടെ സീസൺ യു എയിലായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല വില കുറയും, നല്ല കിട്ടും. ഇത് പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ പഴം എടുത്തു, ഒരു ഒരു 4-5 പീസ് എടുത്തു. പഴം കുറച്ച് പഴുത്ത് പോയതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും എടുത്തില്ല. അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നല്ല പൈസയാണ് വരുന്നത്. ആ, പിന്നെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അതും കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. പിന്നെ പംകിൻ എടുത്തു, മത്തങ്ങ എടുത്തു. അത് ഇവിടെ ഏറ്റവും ചീപ്പുള്ള വെജിറ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. മത്തങ്ങ ഒരു ചെറിയ പീസ് എടുത്തു. പിന്നെ വെണ്ടയ്ക്കയൊക്കെ ഞങ്ങൾ നോക്കി എടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയ്ക്ക് ഓഫറൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. എന്നാലും ഞങ്ങൾ കുറച്ച് ഒരു നേരത്തേക്കുള്ള വെണ്ടയ്ക്കയ്ക്കുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കരിക്ക ഉണ്ടായിരുന്നു, ഞങ്ങളത് കരിക്ക് ആദ്യം എടുത്തു, പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് വരുമ്പോൾ കാണത്തില്ല, ഞങ്ങളത് തിരിച്ചു വെച്ചു കേട്ടോ. 5 ദർഹമല്ലേ. പിന്നെ പൊട്ടറ്റോ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഇത് വേണ്ട, സവാള കുറച്ച് വേണമായിരുന്നു. സവാള വലിയ സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഞങ്ങൾ എടുത്തു കേട്ടോ. വിലക്കുറവുണ്ടായിരുന്നു. അതുപോലെ തക്കാളിയും കുറച്ചെടുത്തു. തക്കാളിക്ക് നല്ല വിലക്കുറവ് കേട്ടോ. തക്കാളിക്കും ഇതിനും ലൈക്ക് ഒനിയനും ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല വിലക്കുറവുണ്ടായിരുന്നു. അതെടുത്തിട്ടു. ഇനി ഞങ്ങൾ അടുത്ത് എന്തെടുക്കാൻ പോയി, പിന്നെ ഞങ്ങൾ എടുത്തത് മുരിങ്ങയായിരുന്നു കേട്ടോ. മുരിങ്ങയും വലിയ വിലക്കുറവൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഞങ്ങൾ എടുത്തു. പിന്നെ 2-3 ഇതെടുത്തു, നെല്ലിക്ക എടുത്തു കേട്ടോ. നെല്ലിക്ക ഇപ്പം ഞങ്ങൾ കുറച്ച് ഹെൽത്തി ഡയറ്റ് ഒക്കെ നോക്കുന്നുണ്ട്, അതും 2-3 എടുത്തു. പിന്നെ പച്ചമുളകും എടുത്തു. ഞങ്ങൾ ഒത്തിരി ക്വാണ്ടിറ്റി എടുക്കാറില്ല കേട്ടോ, നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മതിയല്ലോ. അപ്പം അതെടുത്തു. പിന്നെ ഇവിടെ ഓഫറിൽ ആപ്പിൾ ഉണ്ടായിരുന്നു, അതും 2-3 പീസേ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളൊരു സാമ്പാർ പൗഡർ വേണമായിരുന്നു, അത് ഞങ്ങളിവിടെ നോക്കി. അങ്ങനെ ഓഫറൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അധികം ഓഫറൊന്നും സാമ്പാർ പൗഡറൊന്നും കണ്ടില്ല. പിന്നെ ഇവിടെ ലീഫി വെജിറ്റബിൾ ഒക്കെ ഉണ്ടായിരുന്നു, അതും എടുത്തില്ല. പിന്നെ ഇവിടെ മിൽക്ക് ഞങ്ങൾ എടുക്കുന്നതായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇത് മർമ്മമാണ്, മർമ്മത്തിന് ഓഫർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഇതെടുത്തു, തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. തൈരൊക്കെ എടുക്കുമ്പോൾ ആദ്യം എക്സ്പയറി ഡേറ്റ് നോക്കണം, കാര്യം നിയർ എക്സ്പയറി ആണെങ്കിൽ പിന്നെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, പെട്ടെന്ന് ചീത്തയാവുന്ന സാധനമാണ്. പിന്നെ ചപ്പാത്തി എടുത്തോട്ടെ, ഇതൊരു പുതിയൊരു ബ്രാൻഡായിരുന്നു, അതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. 2-3 ദർഹത്തിന് 10 പീസൊക്കെ. സാധാരണ 4-5 ദർഹമൊക്കെ ആവും കേട്ടോ 10 പീസിന്. പിന്നെ മുട്ടയൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല, കാര്യം ഞങ്ങൾ ഈസ്റ്റർ നന്നായിട്ട് ഷോപ്പ് ചെയ്തുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നല്ല ചൂടാണ്, അപ്പം ഞങ്ങളൊരു മിക്സ് ബെറിയുടെ ജ്യൂസ് എടുത്തു, ഏകദേശം 5 ദർഹം കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചീസിന്റെ സെക്ഷനുണ്ട്, മീറ്റിന്റെ സെക്ഷനുണ്ട്, അങ്ങോട്ടൊന്നും പോയില്ല, കാര്യം ഈസ്റ്ററിന് വാങ്ങിച്ചതിന് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചിക്കന്റെ സെക്ഷനിലോട്ട് പോയി, ഞങ്ങൾക്ക് ഒരു ഫ്രോസൺ ചിക്കൻ വേണമായിരുന്നു. ഞങ്ങൾ സാധാരണ ഫ്രോസൺ ചിക്കനാണ് വാങ്ങുന്നത് കേട്ടോ. മറ്റേതും ഫ്രഷ് ചിക്കനും വാങ്ങും ഓഫറൊക്കെ ഉള്ളപ്പോൾ. ഇത് 1100 ഗ്രാം ഉണ്ട്, അതിന് ഏകദേശം 10 ദർഹമാണ് കേട്ടോ. നല്ല ഓഫറുള്ള, അല്ലെങ്കിൽ 10, 12 അല്ലെങ്കിൽ 14 ദർഹമൊക്കെ ആവും. പിന്നെ ഞങ്ങൾ പോയിട്ട് പ്രൈസ് അടിക്കണം, തൂക്കി നോക്കിയിട്ട് അവർ പ്രൈസ് വെച്ചിട്ടുണ്ട്. മാങ്ങയ്ക്കൊക്കെ ഒരു മാങ്ങയ്ക്ക് 2 ദർഹം കേട്ടോ, 3 ദർഹമൊക്കെ വരുന്നുണ്ട്. ഒന്നിനൊക്കെ നല്ല വിലക്കുറവ് കേട്ടോ. ലൈക്ക് പച്ചമുളക്, തക്കാളി, അങ്ങനെ എല്ലാം ഞങ്ങൾ പ്രൈസ് അടിച്ചു കേട്ടോ. പിന്നെ പമ്പിനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ചീപ്പാണ്, അത്ര ഒരു 1.20 അത്രയൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ 2 മാങ്ങ, പിന്നെ പഴത്തിന് 4 ദർഹം. പിന്നെ നെല്ലിക്ക, പിന്നെ തേങ്ങ എടുത്തു കേട്ടോ. തേങ്ങയ്ക്ക് 3 ദർഹം, ഏകദേശം 3 ദർഹം അടുത്ത് വരും. പിന്നെ അവിടെ ഒത്തിരി പിയേഴ്സും അപ്രിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഗ്രേപ്സ് ഒക്കെ ഉണ്ടായി, ഞങ്ങൾ എടുത്തില്ല, നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട്. പിന്നെന്താണ്, ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, നല്ല ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്, അത് ഞങ്ങൾ എടുത്തില്ല. പിന്നെ ഇപ്പോൾ ഇതൊരു പുട്ടുപൊടിയാണ് കേട്ടോ, അതൊരു ഏതൊരു പുതിയ ബ്രാൻഡിനാണ്. പുതിയ ബ്രാൻഡില്ല കേട്ടോ, അത് പഴയ ബ്രാൻഡ് തന്നെയാണ്, ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നിലക്കടല എടുത്തു. അപ്പം എല്ലാം എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പയ്യെ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോവാണ്. ഇനി അധികം ഒന്നും എടുക്കാനൊന്നുമില്ല, ഇവിടുന്ന് കുറച്ച് നടന്നു പോകണം കേട്ടോ, നല്ല ദൂരമുണ്ട് ബില്ലിംഗ് സെക്ഷനിലോട്ട്. അപ്പം ഞാൻ ഒരു ഫ്ലാസ്ക് കണ്ടു കേട്ടോ, നല്ലൊരു ഫ്ലാസ്ക്, നാട്ടിലൊക്കെ പോകണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ ഉടനെ പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ അറബിക് ടീ കുടിക്കുന്ന കപ്പാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുക്കറൊക്കെ കണ്ടു. പിന്നെ കുറച്ച് പാത്രത്തിൻ്റെ സെക്ഷനൊക്കെ കണ്ടു, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല, കാര്യം ബഡ്ജറ്റ് കുറച്ച് കമ്മിയാണ്, മന്ദൻ്റാണ്. പിന്നെ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിൽ വന്നിട്ട് ഞങ്ങളെല്ലാം കൊടുത്ത് ബില്ലടിച്ച് സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഞങ്ങളിപ്പോൾ ഈ ട്രോളിയിൽ വെച്ച് കാര്യം കാറിട്ട് അടുത്തോട്ട് പോകാൻ കുറച്ചുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 76 രൂപ എങ്ങാണ്ടായി ടോട്ടൽ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് മൊത്തം എത്രയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്പോട്ടിൽ നിന്ന് അടുത്തടുത്തോട്ട് പോവാണ്. വണ്ടിയൊന്നും കഴിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വൃത്തികേടൊക്കെ ഉണ്ട്. രണ്ടാമത്തെ സ്പോട്ടിലെത്തും പാസൻ. ഇവിടെ മീറ്റിനൊക്കെയാണ് ഓഫർ ഉള്ളത്. നല്ല ക്വാളിറ്റി മീറ്റൊക്കെ കിട്ടും. പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ ഈസ്റ്ററിന് ഞങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പയർ ഞങ്ങൾ എടുത്ത് നോക്കി. വില കുറച്ച് കൂടുതലാണ്. പിന്നെ കുറച്ച് ചീര എടുത്തു. അതുപോലെ തന്നെ മറ്റേ അതിൻ്റെ പിന്നെ പാലക്ക്, ഈ പരിപ്പിട്ട് കറിയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. പാലക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫിഗ് ഒക്കെ കണ്ടു, പഴുത്ത ഫിഗ്. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്, കഴിച്ചിട്ടില്ല ഇതുവരെ ഫിഗ്. പിന്നെ അത് ലോഗൻ ഫ്രൂട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെറിയ ക്യാരറ്റ് ഉണ്ട് കേട്ടോ, അത് എനിക്കൊരു കൗതുകമായിട്ട് എടുത്താണ്. പിന്നെ മുളപ്പിച്ച പയർ, അതൊക്കെ അവിടെ വിൽക്കാനുണ്ട്. പിന്നെ ചില്ലി റെഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ കുഞ്ഞ് ചക്ക, ഇടിച്ചക്ക. പിന്നെ ഈ വെജിറ്റബിൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ റോസ്, ക്യാബേജ്, പിന്നെ കുഞ്ഞ് പംകിൻ മത്തങ്ങ ഉണ്ടല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, പിന്നെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിഷിൻ്റെയും അതുപോലെ തന്നെ മീറ്റിനൊക്കെ ഇടയ്ക്ക് പോയി ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ പാൽ അവിടെ നിന്ന് എടുത്തില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. ഏകദേശം 9 രൂപയേ ഉള്ളൂ. 2 ലിറ്റർ പാലാണ്, 2 ലിറ്റർ അടുത്ത് പാലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഇവിടുന്ന് ഒത്തിരി വാങ്ങാനൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ പയ്യെ ബില്ലടിക്കുന്നിടത്തോട്ട് പോയി. ഇല്ല, കപ്പ വാങ്ങാൻ പോയി കേട്ടോ. ഈ കപ്പ നല്ല ബ്രാൻഡാണ്, മലബാർ കപ്പ എന്ന് വെച്ചാൽ നല്ല ബ്രാൻഡാണ്. ഞങ്ങൾ മെയിനായിട്ട് ഈ കപ്പ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് പോയി. പിന്നെ ഒരു തേയിലപ്പൊടി അവിടെ ഓഫർ ഇരിക്കുന്നുണ്ട് ബില്ലിംഗ് സെക്ഷനിൽ. അപ്പോൾ ഒരു കണ്ണൻ ദേവൻ, നമ്മുടെ നാട്ടിലെ കണ്ണൻ ദേവൻ ടാറ്റയുടെ ഒരു ചായപ്പൊടി എടുത്ത് പിന്നെ ഇവിടെയും ബില്ലടിക്കാൻ കൊടുത്തു. അങ്ങനെ ബില്ല് വന്നു. ഇത് ഏകദേശം 37 33 രൂപ എങ്ങാണ്ടായി. അതായത് 100 110 രൂപയായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാധനമൊക്കെ പോയിട്ട് പയ്യെ വണ്ടി ഇട്ടെടുത്തോട്ട് പോയേക്കുവാണ്. അത്യാവശ്യം സാധനമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ടെത്തി. ഇനി വീട്ടിൽ വന്നിട്ട് നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വാങ്ങിച്ചത് മിൽക്കാണ്. 9 ദിർഹത്തിന് നല്ല ഓഫറുള്ളതാണ് ഈ പ്രൈസിന് കിട്ടിയത് കേട്ടോ. പിന്നെ പുട്ടുപൊടിക്ക് ഓഫർ ഉണ്ടായിരുന്നു, 4 ദിർഹത്തിന് കിട്ടി. പിന്നെ അതുപോലെ തന്നെ തൈരിനും ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ സൺഫ്ലവർ ഓയിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 9 ദിർഹത്തിന് സാധാരണ ഇങ്ങനെ വരുന്നതല്ല. 1.5 ലിറ്റർ ഉണ്ട്. പിന്നെ ഇത് ഓഫറൊന്നുമില്ലായിരുന്നു, നിലക്കടല 5 ദിർഹത്തിനാണ് വാങ്ങിച്ചത്. പിന്നെ ഉള്ളത് അപ്പം മാവാണ്, അതും 5.5 ദിർഹം, അതും ഓഫറൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടിയതാണ്. ചിക്കന് നല്ല ഓഫർ ഉണ്ടായിരുന്നു, 9 ദിർഹത്തിന് കിട്ടി. പിന്നെ ഇത് 10 ചപ്പാത്തിക്ക് 3 ദിർഹം, അത് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. അപ്പോൾ അത് ഏകദേശം 5.5 ദിർഹത്തിലാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് മുരിങ്ങയ്ക്ക 2.5, പംകിനും 1.20, പഴത്തിനും 4.20 വാങ്ങിച്ചത്. അതും ഓഫർ ഉള്ളതുകൊണ്ടാണ് ഈ പ്രൈസിന് കിട്ടിയത് കേട്ടോ. ഇത്രയും പഴം. തേങ്ങ ഓഫറൊന്നും ഇല്ലായിരുന്നു, 3 ദിർഹം, ഏകദേശം 3 ദിർഹം. വെണ്ടയ്ക്കയ്ക്ക് 1.35. അതുപോലെ മാങ്ങ ബദാമിയുള്ള വാങ്ങിച്ചില്ല, ഒരു മാങ്ങയ്ക്ക് 2.40. പിന്നെ അതുപോലെ മുളകിനൊക്കെ വളരെ കുറച്ച് റേറ്റേ ഉള്ളൂ. തക്കാളിക്ക് 1 ദിർഹം പോലും ഇല്ല. 3 ആപ്പിളിന് 3 രൂപ. അതുപോലെ ഈ ഇത്രയും നെല്ലിക്കയ്ക്ക് 1.65. അതുപോലെ ഇത് അൽഫോൻസ മാങ്ങ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തക്കാളിയും വളരെ കുറച്ചാണ്, 9 ഫിൽസേ ഉള്ളൂ. പിന്നെ ഇതും പൊട്ടറ്റോയ്ക്ക് ഞാൻ വില പറഞ്ഞില്ല, വില കുറവാണ്. സവോളയ്ക്കും 1.65 ഉള്ളൂ, ഏകദേശം 1 കിലോ അടുത്തുണ്ടാവും. അപ്പം ഫസ്റ്റ് ഷോപ്പിൽ ടോട്ടൽ ബില്ല് 78 ദിർഹമാണ് വന്നത്. നാട്ടിൽ ഏകദേശം 1800 രൂപ കേട്ടോ. അപ്പം പിന്നെ രണ്ടാമത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് കപ്പയാണ്, 3 പീസ് വാങ്ങിച്ചു. ഏകദേശം 9 ദിർഹം കേട്ടോ. പിന്നെ 5 ദിർഹമായി സാമ്പാർ പൗഡറിന്. പിന്നെ ഒരു കണ്ണൻ ദേവൻ ടീയുടെ 9 ദിർഹത്തിന് അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് കറിവേപ്പില വാങ്ങിച്ചു, അതുപോലെ തന്നെ ക്യാരറ്റ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ലീഫി വെജിറ്റബിളും വാങ്ങിച്ചു കേട്ടോ. ലീഫി വെജിറ്റബിളിന് 1 ദിർഹമാണ് ഒരു പീസിന്. അപ്പോൾ ഈ ഷോപ്പിലെ ടോട്ടൽ വരുന്നത് 36 ദിർഹമാണ്, ഏകദേശം 800 810 രൂപയാണ് നാട്ടിലെ. അപ്പോൾ ടോട്ടൽ രണ്ട് ഷോപ്പിലും കൂടെ ബില്ല് വന്നത് 114 ദിർഹം കേട്ടോ. നാട്ടിലെ ഏകദേശം 2600 രൂപ വരുവേ. അപ്പോൾ ഇത്രയും കുറഞ്ഞ ബില്ലായത് ഞങ്ങൾ ഓഫറുള്ള കടയിൽ തന്നെ പോയി വാങ്ങിച്ചോണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് കൂടുതലാവും. അതുപോലെ തന്നെ നമുക്കിനി മിൽക്കും ഫിഷൊക്കെ അഡീഷണൽ വാങ്ങണം. UAE ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് ഇവിടെ താമസിക്കാൻ.